ഇത് അതിശയം തന്നെ. ഞാൻ ഇന്നലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിലേക്ക് വിടുന്ന വരെ ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മാധ്യമത്തിൽ ഇതൊക്കെ കാണുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല തെളിവുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തരേണ്ടത്. പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ല, ഒരു വാർത്തയുമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ഈ ചോദ്യങ്ങൾ? ഇത് ഇപ്പം നമ്മുടെ മാധ്യമക്കാരൊക്കെ വാട്സാപ്പിലാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലായി. എവിഡൻസ് വേണ്ടേ? വല്ല എഴുത്തുണ്ടോ? എന്നോട് എൻ്റെ അറിവിൽ എൻ്റെ സാന്നിധ്യത്തിലുണ്ടായിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടിയിലും ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോടെ നിൽക്കേണ്ട ഈ സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പാർട്ടിയുടെ വാക്താവല്ല. ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ച്, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അഥവാ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു. പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ്. സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല. 4-5 പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ. ഞാൻ സ്പഷ്ടമായി പറഞ്ഞു, സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു, ഇൻ്റർവ്യൂസിലും പറഞ്ഞു. ഇനി വേറെ എന്താണ്? നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? പറയൂ. ഈ താക്കീത് ചെയ്തു എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിച്ചു. ഇന്ന് കെ മുരളീധരനൊക്കെ പറഞ്ഞു താക്കീത് ചെയ്തെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഈ മീറ്റിങ്ങിൽ. അപ്പോൾ എവിടെയാണ് ഇത് സംഭവിച്ചത്? ഒരു പക്ഷേ വേറെ വല്ല അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ അതും പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു.